ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരിയെ വീടിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. അവസാനം തന്റെ സഹോദരിയുടെ ശരീരത്തിലൂടെ രക്തമൊലിക്കാൻ തുടങ്ങി. പടച്ചവനെ തല്ലുകൊണ്ടിട്ട് വീടിന്റെ മൂലയിൽ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, പെങ്ങളെ നീ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ, നീ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ, എനിക്കതൊന്ന് വായിച്ചു തരുമോ, എനിക്കൊന്ന് വായിച്ചു തരുമോ? പെങ്ങൾ പറയുന്നു, പോയി കുളിച്ചൊരുങ്ങിയിട്ട് കിടന്നു വരാറ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നുപോയ ഖത്താബിന്റെ മകനായ ഉമർ ഉണ്ടല്ലോ, അതാ കുളിച്ചൊരുങ്ങിയിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അങ്ങോട്ട് ഓതിക്കൊടുക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങോട്ട് ഓതിക്കൊടുക്കുകയാ. കേവലം 3-4 ആയത്തുകൾ കേട്ട് കഴിഞ്ഞപ്പോ ഉമർ തങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയോട് ആരോ പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായിരിക്കുകയാ, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായിരിക്കുകയാ. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുന്നിൽ കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാൽ, എന്റെ വീടിന്റെ മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും.